ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരുപാട് മിനിമലിസ്റ്റിക് കാറുകളുണ്ട്. എന്നാൽ ആ കാറുകളിലെ ഏറ്റവും മിനിമലിസ്റ്റുകൾ ഒന്നായിട്ടുള്ള എന്നാൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റേതുമല്ല, റേഞ്ച് റോവർ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ സ്പോർട്ട്. അതിൻ്റെ ഗംഭീര കളറിൽ വന്നേക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള ഫീച്ചറുകൾ, നമ്മൾ കണ്ടെത്തിയ ചില കുഞ്ഞാപ്പി സാധനങ്ങൾ എല്ലാമാണ് ഇത് നമ്മൾക്ക് പരിചയപ്പെടാനുള്ളത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശദമായി നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. കാരണം ഒരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നതും. നമുക്കൊരാളടുത്ത് പോയിട്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വണ്ടി കിട്ടാനുള്ള സാധ്യതകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓട്ടോമൊബൈൽ മേഖലയിൽ പുതിയ പുതിയ വിശേഷങ്ങൾ, അതുപോലെ തന്നെ കാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. നിങ്ങളുടെ സമയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് വാഹനങ്ങളെക്കുറിച്ച് സംവദിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്പോർട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. റേഞ്ച് റോവർ, ലാൻഡ് റോവർ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറിയസ് ലൈനപ്പാണ് റേഞ്ച് റോവർ. കുറച്ചും കൂടി ഓഫ് റോഡ് ഫോക്കസറാണ് ലാൻഡ് റോവർ. അവർക്ക് ഡിഫൻഡർ അങ്ങനെ ഒരു സൈഡ് പോകുന്നുണ്ട്. റേഞ്ച് റോവറിലേക്ക് വരുന്ന സമയത്ത് സ്പോർട്ട്, വോഗ് അങ്ങനെ തുടങ്ങിയിട്ട് പ്രീമിയം വാഹനങ്ങൾ ധാരാളം ഉണ്ട്. വോഗ് ഒക്കെ നമുക്കറിയാം. എനിവേ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റേഞ്ച് റോവർ സ്പോർട്ടാണ്. 2023 ഇങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് റേഞ്ച് റോവർ സ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള വാഹനമായിരുന്നു. ഇത് കുറച്ചുകൂടി സ്ലീക്ക് ആൻഡ് ഒരു പ്രീമിയം എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒഴുക്കൻ സ്റ്റൈൽ, ആ ഒരു ഫ്ലോ, ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഏറ്റവും പുതിയ റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ഈ ഡിസൈൻ നിർമ്മിച്ചിട്ടുള്ളത്. വോഗും ഏറെക്കുറെ ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ് വോഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വോഗിനെ നമ്മൾ പൊതുവെ റേഞ്ച് റോവർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഒരു യു ഷേപ്പിലാണെന്ന് പറയാം. ഇവിടെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. അത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറയാം. അതിനകത്ത് ഗ്രില്ല് കാണാം, ചെറിയ ഗ്രില്ലാണ്. അതിനകത്ത് ലാൻഡ് റോവർ എന്ന് കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവറാണ് മദർ കമ്പനി. റേഞ്ച് റോവർ അതിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം യൂണിറ്റ്, അതിനകത്താണ് നമ്മളുടെ 360 ഡിഗ്രി ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു എലമെൻറ്റും നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇവിടെ നമുക്കൊരു സിങ്ക് കളേർഡ് പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രീമിയം ടച്ച് ഗംഭീരമാണെന്ന് പറയാം. ഹെഡ് ലാമ്പ് വളരെ ചെറിയ ഹെഡ് ലാമ്പാണ്. അതിനകത്തൊരു DRL യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് പോലെ അല്ലേ, 4 ക്യൂബുകളായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. വളരെ മിനിമലാണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എലമെൻറ്റുകളോ അഗ്രഷൻ പാട്ടുകളോ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു പ്രീമിയം എന്നുള്ള ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനുള്ള എല്ലാ എലമെൻറ്റുകളും ഒരേപോലെ ജോയിൻ ചെയ്ത് വെച്ചേക്കാണ് എന്നുള്ളതാണ്. ഇനി ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ ലൈനുകൾ കാണാം. അതോടൊപ്പം തന്നെ അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഡിസൈൻ എലമെൻറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം ഇത് ആക്ച്വലി ഒരു ഡിസൈൻ എലമെൻ്റാണ്. ആ ഒരു സിങ്ക് ഭാഗവും കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതേ സാധനം ഈ സൈഡ് ഇവിടെയും നമുക്ക് കാണാം. ഫെൻഡറിൻ്റെ ഭാഗത്ത് ഒരു സ്പോർട്ടിനെസ് തരാൻ ശരിക്കും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. വീലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 22 ഇഞ്ച് വീലുകളാണ് വന്നേക്കുന്നത്. ധാരാളം സ്പോക്കുകളായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പ്രത്യേകിച്ച് ഒരു സിൽവർ ടച്ചിനകത്താണ് അത് കൊടുത്തേക്കുന്നത്. സൈഡ് ബ്ലാക്കും ഇതൊരു സിൽവർ എലമെൻറ്റും. റൊട്ടേഷൻ സമയത്ത് നല്ല രസമുണ്ട്. മിഷലിൻ്റെ ടയറാണ്. പിയാനോ ബ്ലാക്ക് കളറിൽ വന്നേക്കുന്ന സൈഡ് വ്യൂ മിറേഴ്സ്, അതിനകത്ത് ഇൻഡിക്കേറ്റർ, 360 ഡിഗ്രി ക്യാമറ വ്യൂ, ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റേഞ്ച് റോവർ ടച്ചാണെന്ന് പറയേണ്ടി വരും. നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആക്റ്റീവായിട്ട് വരികയും ചെയ്യും എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനുണ്ടോ, ഇത് ആക്ച്വലി ഒരു ലൈനിനേക്കാൾ ഉപരി ഒരു കട്ട് പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് ഈ വണ്ടിനെ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. സൈഡ് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, ഇത് പിന്നീട് ബോണറ്റിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോണറ്റ് ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ ഉണ്ടോ ഹെഡ് ലാമ്പിൻ്റെ ഭാഗത്തും ഒക്കെ അതങ്ങനെ ക്യാരി ഓവറായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ നൈസായിട്ട് തോന്നി. ശരിക്കും ദൂരത്തുനിന്ന് നോക്കി കാണുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്ത പോലെയാണ് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു നൈസ് റേഞ്ച് റോവർ ടച്ചാണ്. വേറൊരു റേഞ്ച് റോവർ ടച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗ്ലാസ് ഒക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ സാധാരണ ഗതിയിൽ ഇവിടെ റബ്ബർ ബീഡിംഗ് ഒക്കെ ആഡ് ചെയ്യാറുണ്ടല്ലോ. ഈ റബ്ബർ ബീഡിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാത്ത തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇനീഷ്യലി കാണുന്ന സമയത്ത് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോറ് ഇവിടെ
ഓപ്പൺ ആവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് തോന്നും. പക്ഷേ ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇതടക്കമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭാഗം മാത്രമേ ഡോറുള്ളൂ, ബാക്കിയൊക്കെ അവിടെ നിന്നിട്ട് തുറന്നു പോകുന്നുള്ള ആ ഒരു ഫീൽ, അതും ഒരു നൈസ് റേഞ്ച് റോവർ ടച്ചാണ്. പിന്നെ സോഫ്റ്റ് ക്ലോസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു പ്രീമിയം ഉണ്ടോ, ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. സോ അതും ഒരു റേഞ്ച് റോവർ ടച്ച് എന്ന് പറയാം. ഈ വണ്ടീൻ്റെ ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു എലമെൻ്റാണ് ഈ ഒരു ഭാഗം. പ്രത്യേകിച്ച് ഈ ഒരു റൂഫൊക്കെ താഴേക്ക് ഇങ്ങനെ സ്ലോപ്പിംഗ് റൂഫ് പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റിലേക്ക് മൊത്തം ഇങ്ങനെ വന്നു ചേരുന്ന ഈ ഒരു ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഡീഫോഗർ ലൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ഗംഭീരമായ ഒരു റേഞ്ച് റോവർ ടച്ച് ഉണ്ട്. അത് ഇതിൻ്റെ റിയർ സ്പോയിലറാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് റോവർ ഇതുവരെ ഫിറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ റിയർ സ്പോയിലർ ഇതാണ്. കാരണം നോക്കിയാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ഭാഗത്ത് തുടങ്ങി ഇത്രയും വലുപ്പം ആക്ച്വലി ഇതിനകത്തുണ്ട്. വിശാലമാണ്. ഇനി ഇവിടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്, ധാരാളം സ്പേസാണ്. അതേപോലെ ഇതിനകത്താണ് നമ്മളെ റിയർ വൈപ്പറിനെ ടക്കിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അത് കാണൂല, ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തേക്ക് വന്ന് ബോസ് അതിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് പോകുന്ന തരത്തിലാണ് അതിൻ്റെ വൈപ്പർ ക്രമീകരിച്ചുള്ളത്. എത്രമാത്രം സ്പേസ് ഉണ്ട് നോക്കിയാൽ, 6 വിരലിൻ്റെ ഒരു ഗ്യാപ്പ് ശരിക്കും ഈ ഒരു ഇതും തമ്മിലുള്ള അത്രയും സ്ഥല സൗകര്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ അതൊരു ഗംഭീരമായിട്ടുള്ളൊരു ടച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, അതിനകത്ത് റേഞ്ച് റോവർ എന്ന് പറയുന്ന ലെറ്ററിങ്. സോ ആ ഒരു ഏരിയ മൊത്തം കാണാൻ ഭയങ്കര എലഗൻറ്റ് സ്റ്റൈല് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പോർട്ട് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് വേണമെങ്കിൽ ആ ഒരു ഡിഫ്യൂസറിൻ്റെ ഭാഗമൊക്കെ പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രീമിയം ടച്ച് മാത്രമല്ല, എക്സോസ്റ്റ് അങ്ങനെ വിസിബിൾ അല്ലാതെയാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി എക്സോസ്റ്റ് ഈ ഒരു ഭാഗത്താണുള്ളത്. പക്ഷെ അതങ്ങനെ പുറത്തു നോക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാണാത്ത തരത്തിലാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പറയാം. ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആയിട്ട് വരും. ധാരാളം സ്പേസ് ഉണ്ട്. ഒരു 5 സീറ്റർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കേട്ടോ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. നൈസ്. ഇനി ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്. ഇതിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്പെയർ വീൽ. ചില മോഡലിനകത്ത് ഇവിടെ നമുക്കൊരു സെപ്പറേഷൻ ഭാഗം കൊടുക്കാറുണ്ട്. അതായത് ലഗേജൊക്കെ ഉരുണ്ട് പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ലോക്കും കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിനകത്ത് അതില്ല. ഞാൻ അതുണ്ട് വിചാരിച്ചിട്ടാണ് ഒരു സാധനം കൂടി ഇട്ടതൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. എനിവേ ഈ ഒരു ബെൽറ്റ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഉരുണ്ട് പോകുന്ന സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം കുപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും സിലിണ്ടറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിമ്മ കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇങ്ങനെ വെക്കുമല്ലോ നമ്മൾ ഉണ്ടാ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേണ്ട അവിടെ നിന്നോളും. അങ്ങനെ ഒരു പർപ്പസിനുള്ള ഒരു സാധനമാണ് കൊടുത്തേക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ആക്ടിവിറ്റീസ് കാണാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എയർ സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് വെക്കണം, വണ്ടി ഒന്ന് താവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇത് താഴ്ത്താനും പൊന്താനുള്ള ഫെസിലിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ബട്ടൺ ഉണ്ടോ, ഒന്ന് താവാൻ ഒന്ന് പോകാൻ. ഓക്കെ. അതുപോലെ ഇത് നമ്മളെ സീറ്റിൻ്റെ കൺട്രോളാണ്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ സീറ്റുകളെ ഫോൾഡ് ചെയ്യാം. കാണിച്ചു തരാം കേട്ടോ. യെസ്, അത് അതേപോലെ ഇങ്ങോട്ട് ആക്കുകയും ചെയ്യാം കേട്ടോ കേട്ടോ. ഇനി അതേപോലെ ഇവിടെ നമുക്കൊരു ക്രോം എലമെൻ്റ് ഒക്കെ കാണാം, സ്ക്രാച്ചസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ റിഫ്യൂസ് ചെയ്യാൻ ഹുക്ക്, സാധനങ്ങൾ തൂക്കിയിടാം. ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെക്കാനുള്ള ആക്സറീസ് ഒക്കെ കിട്ടാറുണ്ട്. സോ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് ഓപ്പണിംഗ് ആൻഡ് 1 ടച്ച് ക്ലോസിംഗ് ആണ്. ബട്ടൺ സേവ് തന്നെ കേട്ടോ. ഇവരെ ഓഗനെയാണ് കൊടുത്തിരിക്കണതെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻവോൾവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവോൾവ് 1, ഇൻവോൾവ് എന്നൊക്കെ പറയുന്ന എയർ ഫ്രാഗ്രൻറ്റ്. 2 ടൈപ്പ് ഉണ്ട്, കുറച്ച് വലുതുണ്ട് ചെറുതുണ്ട്. അത് കാറിനകത്തൊരു പ്രീമിയം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് ഇൻവോൾവ് 1. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലുകൾ കഴിഞ്ഞ 2-3 വർഷക്കാലയളവായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്, വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. ഇൻറ്റീരിയർ പറയുന്ന സമയത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ലുക്ക് ലൈക്ക് റേഞ്ച് റോവർ എന്ന് പറയേണ്ടി വരും. അതായത് റേഞ്ച് റോവർ എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവറിൻ്റെ വോഗ്, അതായത് ആ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ തന്നെയാണ് ഇതിനകത്തും ക്രമീകരിച്ചിരിക്കുന്നത്. ഈവൺ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പൊസിഷൻ്റെ ഭാഗം എല്ലാം, ആ ഡാഷ്ബോർഡ്, AC വെൻറ്റ് എല്ലതും റേഞ്ച് റോവർ വോഗിൽ നിന്ന് വന്നേക്കുന്ന അതേപോലെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ടാൻ നല്ല രസമുണ്ടല്ലേ, ഒരു ക്യാമൽ ടാൻ ബ്ലാക്ക് മിക്സ്ഡ്, അതൊരു പ്രീമിയം ഒരു ഫിനിഷ് ആക്ച്വലി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് വരാം. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാബ്രിക് മെറ്റീരിയൽ പോലെയാണ്, പക്ഷേ അത് സ്യൂട്ട് അല്ലേ, ഇതിനൊരു മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു റേഞ്ച് റോവർ ടച്ച് കാണിക്കാം. ഇതാണ് സീറ്റിൻ്റെ കൺട്രോൾസ്.
ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാനുള്ള ഇതാണ്. പക്ഷേ അതിനകത്ത് തന്നെയാണ് മെമ്മറി സ്വിച്ചസും കൊടുത്തേക്കുന്നത്. അത് നൈസായിട്ടുള്ളൊരു ബട്ടൺ സേവിങ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം ആ സീറ്റ് എല്ലതും മെമ്മറിയും ഒക്കെ ആയിട്ട് അങ്ങനെ വിട്ടു കൊടുത്തേക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ്, അതുപോലെ മിററിൻ്റെ കൺട്രോൾസ് അതൊക്കെ ടച്ചായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡോർ ലോക്ക് അൺലോക്ക് കാണാം. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് ഡോർ ഹാൻഡിൽസ് വന്നേക്കുന്നത്. മ്യൂസിക് സിസ്റ്റം കാണാം. മെറിഡിയൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് അവർ സാധാരണഗതിയിൽ ഇവർ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് മെറിഡിയൻ തന്നെയാണ്. കാരണം ബാഡ്ജിങ് വിസിബിളായിട്ട് കാണാറുണ്ടായിരുന്നു. ഇവിടെ അത് അത്ര വിസിബിൾ അല്ലാതെയാണ് കൊടുത്ത പോലെ എനിക്ക് തോന്നിയിരുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. പിയാനോ ബ്ലാക്ക് സ്റ്റിയറിംഗ് വീലാണ്. ബട്ടൺ സേവിങ് ആണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഡിഫൻഡറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഹാൻഡിൽ ലെതർ റാപ്പിഡ് സിസ്റ്റം. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. എഡ്ജിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എവിടെയാണ്? ഇപ്പോൾ വണ്ടി ഓണായി. ഭയങ്കര സൈലൻ്റ് അല്ലേ, ഒരു പ്രശ്നമില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുക. വെരി നൈസ്. അത് ഭയങ്കര റീഡബിൾ ആൻഡ് കോൺഫിഗറബിൾ സംഭവമാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട് കാണുന്നതിൽ. AC വെൻറ്റുകൾ അതിനകത്തൊക്കെ ഒരു പ്രീമിയം എലമെൻറ്റില്ല. ഇതൊക്കെ നോക്കിയാൽ വാവ്, വെരി നൈസ്. ഇവിടെയൊക്കെ ഉണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്. ടച്ച് ഫീൽ ഭയങ്കര അടിപൊളി. ഇവിടെ നമുക്കൊരു ഹെഡപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ലെതറാണ്, പക്ഷേ അൽക്കൻറ്ററ മെറ്റീരിയൽ പോലത്തെ ഒരു ലെതർ. വെരി നൈസ്. ഭയങ്കര സോഫ്റ്റ് ഫീൽ ഇട്ട് ടച്ച് ചെയ്യാൻ. വേറൊരു റേഞ്ച് റോവർ ടച്ച് കാണിച്ചേട്ടെ. ഇവിടെ ആക്ച്വലി ഇത് മിററിൻ്റെ കൺട്രോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലിഫ്റ്റ് ചെയ്യാനുള്ള, അതായത് വണ്ടിനെ പൊക്കാനും താഴ്ത്താനും ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ, അതുകൊണ്ട് സെൻട്രൽ കൺസോളിനകത്ത് ബട്ടൺ ഒന്നും തിരഞ്ഞ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്നാമതിനകത്ത് ബട്ടൺസ് കാര്യമായിട്ടില്ല, അതുകൊണ്ട് ആ ബട്ടൺ എന്ത് ചെയ്തേക്കാണ് ഇവിടെ കൊടുത്തേക്കാണ്. നൈസ് വണ്ണല്ലേ. ഇന്റീരിയറിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാനോരമിക് സൺറൂഫ് ഉണ്ട്. ആക്ച്വലി സൺറൂഫാണ്, മൂൺറൂഫ് പോലെ ഒന്നുമല്ല. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഷീൽഡ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കാണ് എന്നുള്ളതാണ്. സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആംബ്രസ്റ്റ് ഇതാ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആംബ്രസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഉണ്ടാ ഇവിടെയുണ്ട്, ഡ്രൈവർക്കുണ്ട്. ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തി വെക്കാം, വേണമെങ്കിൽ വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാ. അപ്പോൾ ഈ ഒരു ആംബ്രസ്റ്റ് പരിപാടി ഫ്രീ ആയി കിട്ടും. ഇവിടെയും നമുക്കൊരു സെൻട്രൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്. അത് ആക്ച്വലി കൂൾഡാണ്, ഒരു കൂൾഡ് ഫെസിലിറ്റി. ഇവിടെ നമുക്കൊരു ഫോണൊക്കെ വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഒന്നും അല്ല കേട്ടോ. ഇനി ഇവിടെ നമുക്കൊരു ഏരിയ കാണാം. ഇത് താഴേക്കാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് താഴേക്കാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടും എന്നുള്ളതാണ്. അതിനകത്തൊരു C ടൈപ്പ് ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. തെളിവിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു C ചാർജർ കുത്തി വെച്ചിട്ടുണ്ട്. നൈസ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു റേഞ്ച് റോവർ ടച്ച് നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പ് ഹോൾഡർ ആവശ്യമില്ല, സ്റ്റോറേജ് സ്പേസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. നൈസ്. പക്ഷേ ഇതിനകത്ത് വെള്ളം കുപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവില്ല. ഇതിനകത്ത് വലിയ ബോട്ടിൽ വെക്കാം, കുറച്ച് വലിപ്പമുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗിയർ നോബ് ഒക്കെയാ വെരി നൈസ്, സ്മൂത്ത് ആൻഡ് ചിണ്ടു ബിണ്ടു ട്രാൻസ്മിഷൻ. ഇവിടെ പൊക്കി കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. നൈസ് അല്ലേ. നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം മെറ്റീരിയൽ. ഇതൊരു ഗോൾഡൻ ബ്ലാക്ക് ലുക്കിലാണ്. ഷെയ്ഡിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരാം. ഇതിനകത്താണ് ഒരുവിധം എല്ലാ കൺട്രോളും. ഈ വണ്ടിക്കകത്തൊരു ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്. അത് ഇതാ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യണത്. ആക്ച്വലി ഇവിടെ മോഡിൽ പോയിട്ട് കംഫർട്ട് പോയിട്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇല്ലേ, ഇതാണ് ഇതിൻ്റെ ബട്ടൺ. പക്ഷേ അവിടെ എന്ത് ചെയ്തേക്കാണ്, ഫ്രണ്ടിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കാണ് എന്നുള്ളതാണ്. അതുപോലെ സീറ്റിൻ്റെ കൺട്രോള്, വെൻറ്റിലേഷൻ, അതിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. ഈ സ്ക്രീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നുണ്ട്. നൈസ്. ഓഫ് റോഡ്, ഡിഫറൻഷ്യൽ ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വാട്ടർ വെയ്ഡ് സെൻസിങ് ഇവിടെ കാണാം. നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്ര മീറ്ററാണ് വാട്ടർ വെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഈ ലൈൻ അനുസരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. റൈഡ് ഹൈറ്റ് ഇപ്പോൾ ആക്സസ് ആണ്, ഏറ്റവും താഴെയാണ്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി പൊങ്ങും. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊങ്ങി വരും എന്നുള്ളതാണ്. നൈസ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ കൺട്രോളുകളും ഇതിനകത്താണ് ആക്ച്വലി ഉള്ളത്. ഞാൻ AC ഓഫാക്കി വീണ്ടും ഓണാക്കി. ഇനി ഇതിൻ്റെ ക്യാമറ വ്യൂവിലേക്ക് വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വ്യൂ കേട്ടോ. നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസം എന്ന് ഉദ്ദേശിച്ചത് ക്വാളിറ്റി. ഇറ്റ്സ് വെരി നൈസ്. അത് ഓഫ് റോഡാണ് ഇപ്പോൾ അത്ര നേരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡ് കാണിക്കും ഓഫ് റോഡിലേക്ക് വരുന്ന സമയത്ത്. അതേപോലെ തന്നെ നമുക്ക് അണ്ടർ ബോഡിയും കാണിക്കും. ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് രസമായൊരു വ്യൂ ആണ് ഇതിൻ്റെ 3D കേട്ടോ. നൈസ്. നമുക്ക് ആംഗിൾസ് നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് ആംഗിൾ വേണം എന്നൊക്കെ ഉള്ളത്. ഇതിൽ രസമായിട്ടുള്ളൊരു വ്യൂ ഇതാണ്. ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റേ ട്രാക്കിംഗ് ഷോട്ടൊക്കെ എടുക്കണ പോലെ തോന്നും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് കാണിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. അപ്പോൾ ബാക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
ആക്ച്വലി ബൂട്ട് ഓപ്പൺ ചെയ്യാനൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. എടാ ഞാൻ ബൂട്ട് ഓപ്പൺ ചെയ്താ അടയ്ക്കുക ഇവ രമണൻ ഓഫായി. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം റേഞ്ച് റോവർ ടച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഇല്ലേ സെയിം ബോഡി കളറാണ്. പ്രത്യേകിച്ച് ഇത്രയും റയറായിട്ടുള്ളൊരു കളറായിട്ട് പോലും ആ കളർ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. ബാക്കിൽ 2 ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. അതിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയിൽ ഇതിൽ ക്യാമറയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വ്യൂ നോക്കിയാൽ ബാക്കിൽ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാം. അത് നോർമൽ വ്യൂ ഇതാണ്, മറ്റേതാണ് ക്യാമറ ആക്റ്റീവായിട്ട് വന്നു. സോ അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ വിഷ്വൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി റേഞ്ച് റോവർ വാഹനങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് 2 ഗ്ലോ ബോക്സ്. ഒന്ന് അപ്പർ ഗ്ലോ ബോക്സ്, അതുപോലെ തന്നെ ഒന്ന് ലോവർ ഗ്ലോ ബോക്സ്. ഇതാണ് ലോവർ ഗ്ലോ ബോക്സ്. അപ്പർ ഗ്ലോ ബോക്സ് ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ക്ലോസിംഗ് ഒക്കെ നോക്കിയാൽ വാവ് വെരി സ്മൂത്ത് ആൻഡ് പ്രെറ്റി. ക്ലോസിങ് മാനുവലാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അടയില്ല. ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയാം. വെരി കംഫർട്ടബിൾ സീറ്റാണ്, അടിപൊളി പ്രീമിയം ലക്ഷറിയസ് സീറ്റ്. ഇൻറ്റീരിയറും തൈ സപ്പോർട്ടും അതുപോലെ വെന്റിലേഷനും എല്ലാം പെർഫെക്റ്റ് ആൻഡ് പക്ക നൈസ്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റിലാണ്. ശരിക്കും മുതലാളിമാർ ഇവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഡ്രൈവും ചെയ്യും. ഈ വണ്ടി എനിക്ക് തോന്നണോ ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി യങ് വൈബ്രൻറ്റ് വണ്ടിയാണ്. അതിന് പറ്റിയൊരു ഓർഡർ ആട്ടത്തിനുള്ളത്, അത് വേറെ വിഷയം. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഡ്രൈവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിലാവും ഇരിക്കുക. ഇവിടെ ഇരിക്കൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ ഇരിക്കേണ്ട ആൾക്കാർ മോസ്റ്റ്ലി വോഗായിട്ടോട്ട് എടുക്കേണ്ടാവുക. അപ്പം പക്ഷേ ഇത് നല്ല സീറ്റാണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, നോക്കിയാൽ കണ്ടാ റിക്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി HDMI കേബിൾ വെച്ചാണ് വർക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ക്ലൈമറ്റ് കൺട്രോൾഡ്. ഇത് ആക്ച്വലി ഉണ്ടാ റൊട്ടറേറ്ററി സ്വിച്ചാണ്, മൾട്ടി ഫങ്ഷനിങ് ആണ്. റിയർ സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, ഹീറ്റിങ്ങും ഉണ്ട്. അതിൻ്റെ കൺട്രോൾ നമുക്ക് കൊടുക്കണം. ഇതൊക്കെ നല്ല രസമായിട്ട് ഇതിങ്ങനെ തിരിച്ച് കളിക്കാൻ തോന്നും നമുക്ക്, പക്ഷേ അങ്ങനെ അധികം ചെയ്യരുത്, നല്ലതല്ല. ഓക്കെ, AC-ൻ്റെ ഒരു ചെറിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതുപോലെ ഇവിടെ AC വെൻറ്റ് കാണാം. ഇതിലൊക്കെ ഒരു ലക്ഷറി പ്രീമിയം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വെട്ടി ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഹെഡ്സെറ്റ് ആട്ടാ, അതായത് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് കേൾക്കാനും വേണ്ടിയിട്ടൊക്കെ. വെന്റിലേഷൻ നൈസ്, അടിപൊളി. സോ ഇത് കൊള്ളാട്ടാ. സെക്കൻഡ് റോ സീറ്റ് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാം. ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെയുള്ളതാണ്, മുപ്പര് വരാൻ ലേറ്റ് ആയതാണ്. ലോക്ക് ചെയ്യാതെ മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് തുറക്കുക കേട്ടോ. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. C-ടൈപ്പ് ചാർജിങ് പോർട്ട്, അതുപോലെ HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ കാണാം. ലാപ്ടോപ്പ് ഒക്കെ അതിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യാം. ഇത് കപ്പ് ഹോൾഡർ നോക്കിയാൽ നൈസ്, നെക്കിയാൽ പുറത്തേക്ക് വരും, വീണ്ടും നെക്കിയാൽ അകത്തേക്ക് പോകില്ല. നമ്മൾ മാനുവലി ക്ലോസ് ചെയ്ത് വെക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്, നൈസ് അല്ലേ, ഭയങ്കര പ്രീമിയം സെറ്റപ്പ് അല്ലേ. റീഡിങ് ലാമ്പ്, ഇതിൻ്റെ പിടുത്തൊക്കെ നോക്കി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ടച്ച് ഉണ്ട് അതിന്. എല്ലാത്തിനും ഒരു പ്രീമിയം ടച്ച് ഉണ്ട്. ഇവിടെ ഒരു ഫിംഗർ ലോക്ക് പോലത്തെ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാവ്, ഇൻട്രസ്റ്റിംഗ്, വെരി നൈസ്. ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അര വിരലും കൂടി ഉണ്ടെങ്കിൽ നൈസായിരുന്നു തോന്നും. അത് വേണമെങ്കിൽ നമുക്ക് സീറ്റിനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ റെഡിയാവും. വാവ്, ഈ റോട്ടറി സ്വിച്ച് ഇതേപോലത്തെ റോട്ടറി സ്വിച്ചുകൾ ഇതിന് മുമ്പത്തെ ജനറേഷനിൽ, അതായത് ഇതിന് മുമ്പത്തെ ഫേസ് ലിഫ്റ്റാണ് തോന്നുന്നത് എനിക്ക്, സെൻട്രൽ കൺസോളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെമ്പറേച്ചറും ടെറൈൻ സെലക്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ടെറൈൻ സെലക്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ മൾട്ടി ഫങ്ഷനിങ് ആണ്. അത് റേഞ്ച് റോവർ ടച്ചാണ്. അത് റേഞ്ച് റോവർ ആയിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത്. വെരി നൈസ് ട്ടാ അല്ലേ. സെക്കൻഡ് റോ സീറ്റ് ഗംഭീരമായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മോഡലിനകത്ത് ഇതിനകത്ത് മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അത് ഉണ്ടോ എന്നുള്ള കൺഫർമേഷൻ എനിക്കില്ല. ഉണ്ടാവേണ്ടതാണ് സ്പീക്കർ. മെറിഡിയൻ്റെ മ്യൂസിക് സിസ്റ്റം അപ്പോൾ കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്ത് എനിക്ക് തോന്നുന്നു ചില വണ്ടീനകത്ത് എക്സോസ്റ്റൊക്കെ അതിൽ കേൾപ്പിക്കുമായിരുന്നു നോക്കുന്നത്. അടിപൊളി. എനിക്ക് നല്ല പ്രീമിയം കംഫർട്ടബിൾ സീറ്റ്. ആ വെന്റിലേഷൻ കൂടി വന്നപ്പോഴേ, ഇത് മഴയില്ല, നല്ല ചൂടുണ്ട്, അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുക. റിയർ സീറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിക്കണം. ഇല്ലുമിനേറ്റിംഗ് ഗ്രില്ല്, ഇല്ലുമിനേറ്റിംഗ് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ റേഞ്ച് റോവർ സ്പോർട്ടിനകത്ത് ചില മോഡലിനകത്തൊക്കെ ഉണ്ട് ഇല്ലുമിനേറ്റിംഗ് സീറ്റ് ബെൽറ്റ്. ഓക്കെ, ലൈറ്റ് കത്തും ഈ സീറ്റ് ബെൽറ്റ്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ സീറ്റ് ബെൽറ്റിൻ്റെ പൊസിഷൻ പെട്ടെന്ന് കണ്ടെത്താനാണ് ഇത് ഹെൽപ്പ് ചെയ്യാണ്ട കത്തണണ്ട. അപ്പോൾ രാത്രി ഇരിക്കുന്ന ആൾക്കാർക്ക് സീറ്റ് ബെൽറ്റിൻ്റെ പൊസിഷൻ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. കൊള്ളാം, ഒരു വെറൈറ്റി. ഇനി നമുക്ക് എൻജിനിലേക്ക് വരാം. 2 എൻജിനുകളുണ്ട്, വേണമെങ്കിൽ അങ്ങനെ കോമൺ ക്ലാസിഫൈ ചെയ്ത് പറയാം. ഒരു 3 ലിറ്റർ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ നമുക്കൊരു 4.4 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഹൈഡ്രോളിക് സ്ട്രട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഇൻജീരിയം ലാൻഡ് റോവർ എന്ന് പറയുന്ന ബാഡ്ജിങ് ഒക്കെ കാണാം. അതുപോലെ 1 2 3 4 5 6 6ൻ്റെ ആ ഒരു യൂണിവേഴ്സൽ സിമ്പിളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം.
ഇത് ആക്ച്വലി ഒരു ഡീസൽ എഞ്ചിനാണ്. പെട്രോളിനകത്തും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 350 ഹോഴ്സ് പവറും 700 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ല ടോക്കിയാണ്, പവർഫുള്ളാണ്. എനിക്ക് തോന്നുന്നത് ലാൻഡ് റോവർ ഡിഫൻഡറിനേക്കാളും ഇതിന് പവർ കൂടുതലാണ്, പെർഫോമൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെ സസ്പെൻഷൻ, എയറോ സസ്പെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് എന്തായാലും ഒന്ന് അനുഭവപ്പെടുത്തി നോക്കാമല്ലേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഈ 4.4 എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉണ്ടല്ലോ, അത് ഏകദേശം 600 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 1.5 കോടി മുതൽ 2.5 കോടി രൂപ വരെയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇത് എടുത്ത ആൾ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ ചാനലിനകത്ത് മുമ്പ് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യങ് ആൻഡ് വൈബ്രൻറ്റ് ഓണർ നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. ശരിക്കും പറഞ്ഞാൽ വെൽക്കം ബാക്ക് എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ചാനൽ തുടങ്ങുന്ന കാലത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുറേ ഓണേഴ്സാണ് നമ്മുടെ ചാനലിൽ വലുതാക്കിയിട്ടുള്ളതെന്ന് പറയാറുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഷഫീർക്ക. ശരിക്കും പേര് ഷഫീർ എന്നാണ്. ഏത് വയസ്സിലായിരുന്നു ശരിക്കും CL ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്? 22, 23 അല്ലേ? കുറച്ചും കൂടി ഉണ്ടാവും, 7 years ബിഫോറാണ് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ. ഇതിന് പിന്നീട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. CL 300D നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനകത്ത് കിട്ടും. അതേ ആൾ തന്നെയാണ് വീണ്ടും റേഞ്ച് റോവർ സ്പോട്ട് എടുത്തേക്കുന്നത്. ഷഫീർ ഖാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കരിയറിൽ കുറേ ആൾക്കാർ നല്ല മുഖങ്ങളുണ്ടായിരിക്കും, ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അതിൽ ഒരാളാണ്. താങ്ക് യു സോ മച്ച് എപ്പോഴും അവിടെ ഉണ്ടായതിൽ. പിന്നെ ബിസിനസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള 2 ബിസിനസ് സാധനങ്ങളുടെ ഓണർ കൂടിയാണ്, അതുകൂടി പറയണം. ഒന്ന് ബീക്കൺ സ്പോർട്സ് അല്ലേ, വോളിബോൾ, കാലിക്കറ്റ് ഹീറോസ് എന്ന് പറയുന്ന അതിൻ്റെ ക്ലബ് ഓണറാണ്. രണ്ടാമത്തത് ഒരു പക്ഷേ നമ്മളെ വണ്ടിപ്രാന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ട്രാവലോഞ്ചിൻ്റെയും ഓണറാണ്. അപ്പോൾ ട്രാവലോഞ്ച് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ഒരു പ്രീമിയം അല്ലേ, 5 സ്റ്റാർ എബോ അങ്ങനെ പറയാം, ഹൈജീനിക് എന്നാണ് നമ്മൾ കൂടുതൽ പറയാൻ, താമസ സൗകര്യം യാത്രക്കാർക്ക്. അത് മെയിൻലി ഉള്ളത് പിറ്റ് സ്റ്റോപ്പ്, മെയിൻലി ഉള്ളത് നമ്മളെ മറ്റേ വാഷ്റൂംസ് ഈ ഏരിയ എന്താണ് പേര്, വാളയാർ ആ ഏരിയ, ആ ഭാഗത്തേക്ക് പോകുന്നത് തമിഴ്നാട് അങ്ങനെ മൂന്നാറിൽ പോണ്ടർക്ക് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. സോ അതിൻ്റെ 2ൻ്റെ ഓണറാണ് റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെയും ഓണർ എന്നുള്ളത്. സോ അത് ഞാനൊരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ്, കാരണം അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും. കാരണം നമ്മളെ ഈ ചാനൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതിൽ കാരണക്കാരനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതാണ്. എനിവേ നമുക്ക് സ്പോർട്ടിലേക്ക് വരാം. ഇന്നത്തെ വിശേഷം അതാണ്. ഓക്കെ, വളരെ ഈ ഒരു രസകരമായിട്ടുള്ളൊരു കളർ, എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ആൾക്കാരുടെ മാത്രമേ ഈ കളറുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയം, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത വേറെ കളറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ കളർ ഓൾറെഡി ഫിക്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു കളർ ഫിക്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? എൻ്റെ വേറൊരു ഫ്രണ്ട് ഇതുപോലെ ഈ വെഹിക്കിൾ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് തന്നെ ഇക്കയാണ്, കുറച്ചും കൂടെ ഏജ്ഡ് ആണ്. പക്ഷേ അദ്ദേഹം അന്ന് ആ വെഹിക്കിളിൻ്റെ കളർ കൺഫേം ചെയ്യാൻ എന്നോടാണ് പോയി നോക്കാൻ പറഞ്ഞത്. അന്ന് ഞാൻ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഈ വണ്ടി സ്വന്തമാക്കാൻ എനിക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കളറായിരിക്കും എടുക്കുക. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്, അന്നേ ഇഷ്ടപ്പെട്ട് മനസ്സിൽ വെച്ച് അത് എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഷഫീർ ഖാൻ എനിക്കറിയാം, അതായത് ഏത് ലെവലിലേക്ക് വണ്ടി എടുക്കാൻ പറ്റും എന്നൊക്കെ ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്പോർട്ടിലെത്തിയെന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. കാരണം അതിലും വലിയ വണ്ടികൾ എടുക്കാം, താഴേക്കുള്ള വണ്ടികൾ എടുക്കാൻ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ബജറ്റ് പ്രശ്നം തന്നെയാണ്, എങ്ങനെയുള്ള വണ്ടി എടുക്കാനൊന്നും കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സ്പോർട്ട് എന്നുള്ള രീതിയിൽ 2 കാരണങ്ങളിലാണ് ഞാനത് ചൂസ് ചെയ്തത്. ഒന്ന് റേഞ്ച് റോവർ സെഗ്മെന്റ്, ഡിഫൻഡർ കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് എന്നുള്ള ലെവലിലേക്ക്. അതെ, അതിൽ വോഗൊന്നും ഒന്ന് വലിയ വണ്ടിയാണ്, ഏജ് വൈസും എനിക്ക് തോന്നിയത്, പിന്നെ ബഡ്ജറ്റ് വൈസും രണ്ടും നോക്കിയത് എനിക്ക് ആൾക്കാരിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വൈബ്രന്റ് ഫീൽ ചെയ്യുന്നത്. എന്നാലും നല്ല യങ്ങറായിട്ടുള്ള ആളുകൾ വോഗ് എടുക്കുന്നുണ്ട്. കോമ്പാക്ട് ആണ്, അങ്ങനെ തോന്നി, ഡ്രൈവും ഫണ്ണാണ് എന്നുള്ളതായിരിക്കും. പിന്നെ ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിട്ടും വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഓൺ ചെയ്തുകൊണ്ട് ഓടി ഉണ്ടായിരുന്നു. പിന്നെ CLA അല്ല കേട്ടോ, CLS ആണ്, CLS 300D ആയിരുന്നു. പിന്നെ അതേപോലെ കുറേ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇനിയൊരു വണ്ടി എടുക്കണം അങ്ങനെ പ്ലാൻ വരികയാണെങ്കിൽ ഏതായിരിക്കും എടുക്കേണ്ടത്? ഇനിയൊന്നും കൂടെ ആണെങ്കിൽ ഞാൻ ചെറുപ്പകാലത്ത് പറയാറുള്ളത് റോൾസ് റോയ്സ് സ്വന്തമാക്കണം എന്നുള്ളതാണ്. അത് ഏത് കുഞ്ഞ് ചെറിയ പ്രായത്തിൽ ചിന്തിച്ച് ആഗ്രഹിച്ച് പറയുന്ന പോലെ പറയുന്നതാണ്. RR റോൾസ് റോയ്സ് അത് കിട്ടിയില്ലെങ്കിലും തൽക്കാലം സമാധാനിപ്പിക്കാം. ശരിക്കും ആഗ്രഹമുണ്ട്. റോൾസ് റോയ്സ് ആണ്, അതൊരു ഡ്രീം പോലെയാണ്. അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഡ്രീമായിട്ട് അത് ബാക്കി നിൽക്കുന്നത് റോൾസ് റോയ്സ് എത്തണം എന്നുള്ളത്. ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ, കുറേ വണ്ടികൾ, ഈവൻ ഉറൂസ് പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി എന്ന് നോക്കുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? ഇപ്പോൾ ഒരു വണ്ടി കാണുമ്പോൾ ആദ്യം അതിൽ ഏത് ഘടകമായിരിക്കും നോക്കുക? ലുക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പെൺകുട്ടികളെ ഒക്കെ പറ്റി പറയില്ലേ, കണ്ണാണോ നോക്കുക, മുടിയാണോ നോക്കുക എന്ന് പറഞ്ഞാൽ
ഓരോ വണ്ടിക്ക് ഓരോന്നായിരിക്കും. ഇപ്പോൾ ഈ വണ്ടിയുടെ കളർ പലരും അട്രാക്റ്റ് ആയി എന്ന് പറയാറുണ്ട്. എനിക്ക് ഞാൻ വാങ്ങിച്ച കാറുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള വെഹിക്കിൾസിൽ എനിക്കിപ്പോഴും പ്രിയപ്പെട്ട കാറുകളിൽ ഒന്ന് CLS തന്നെയാണ്. അതിന് ക്യൂട്ട്നെസ്, അത് റോട്ടിൽ പോകുന്നത് കാണുന്നത്, നമ്മൾ പോർച്ചിൽ വരുമ്പോൾ അവിടെ നിൽക്കണമെങ്കിൽ തന്നെ അതിനൊരു ഭംഗിയുണ്ട്. അത് കൊടുക്കരുത് എന്നുള്ളത് അതിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയൊരു സാധനം. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. ഇനി അടുത്ത റോൾസ് റോയ്സ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇതേമാതിരി വരും. അത് ചാനൽ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കണം. എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒറ്റ ഫോൺ കോളിൽ അകലെയുള്ള ഒരു മനുഷ്യരാണ്. സോ അതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ? ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റേഞ്ച് റോവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇങ്ങനെ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഇറക്കി വിടുമ്പോൾ അവർ ഒരു യൂസറിന് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഉത്തരവാണ് ശരിക്കും ഇപ്പോൾ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കംഫർട്ടബിൾ റൈഡ്, അതായത് ഭയങ്കര പെർഫോമൻസിൽ പോയി അഗ്രസീവായിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിനൊക്കെ മാറിയിട്ട് ഇത് പവർഫുള്ളാണ്. 340 PS പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ആ ഒരു ഫ്ലോട്ടിങ് ഫീലോട് കൂടിയിട്ട് അത് എത്ര സ്പീഡിൽ പോവുകയാണെങ്കിലും ആ ഒരു കംഫർട്ട് നിലനിർത്തിയിട്ട് ഡ്രൈവ് ചെയ്യുക. ഈവൻ നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിൽ പോവുകയാണ്, എന്നിട്ട് നമ്മളിവിടെ ഒരു കർവ് ഈ ഒരു കർവ് എടുക്കുമ്പോൾ പോലും വാഹനത്തിനകത്തേക്ക് അധികം അതിൻ്റെ ഫീലുകളൊന്നും വരാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ ഈ വണ്ടി അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അതിൻ്റെ എല്ലാ പ്രീമിയം സാധനവും കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എയറോ സസ്പെൻഷനാണ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു വണ്ടി ഇങ്ങനെ ഫ്ലോട്ട് ആവുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. രണ്ടാമത്തെ ഒരു കാര്യം ആളുകളുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറിനൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. അത് ആളുകൾക്ക് നോക്കുക അത് കൊള്ളാലോ എന്നുള്ള ഒരു സാധനം. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡ്രൈവിംഗ് പൊസിഷൻ, സ്റ്റിയറിംഗ്, സീറ്റ് ഒക്കെ തന്നെയും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനിവിടെ നിന്നൊരു യൂ ടേൺ എടുക്കാൻ പോവുകയാണ്. സോ ടേണിംഗ് റേഡിയസ് കൂടി നോക്കാം. ആക്ച്വലി കുറച്ചുകൂടി ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് എനിക്ക് കവർ ചെയ്ത് കിട്ടുമായിരുന്നു എന്ന് തോന്നി. കാരണം ഒരു ചെറിയ ടേൺ മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. നൈസ്, വെരി ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോഗ് എടുക്കാത്ത ആൾക്കാർ ഇതെടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിനിടയിലൊക്കെ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് കിട്ടും എന്നുള്ളതും വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മീൻസ് അത് കുറച്ചുകൂടി ഇപ്പോൾ ഹൈവേ ക്രൂസിൽ നിന്ന് മാറിയിട്ട് ഹൈവേ ക്രൂസിൽ ഭയങ്കര പതിഞ്ഞു പോകുന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ട്രാഫിക്കിലേക്ക് വരുന്ന സമയത്തുള്ള ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റി ഡ്രൈവിലേക്ക് വരുമ്പോഴുള്ള ഡ്രൈവിംഗ് എൻവിറോൺമെൻറ്റ് ഡിഫറെൻ്റ് ആണല്ലോ. സോ അതിനും കൂടി ഇത് കേപ്പബിൾ ആണ് എന്നുള്ളൊരു തോന്നലും കൂടി എനിക്കുണ്ടാവാറുണ്ട്. ബാക്കി എല്ലാ ടച്ച് എലമെൻറ്റുകളും ഭയങ്കര പ്രീമിയം ആണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ നമ്മൾ മിറർ കൺട്രോളിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിലും സ്റ്റിയറിംഗ് വീലിൻ്റെ ബട്ടൺസ് ആണെങ്കിലും ഡാഷ് ബോർഡ് ആണെങ്കിലും ഒക്കെയും പ്രീമിയം ആണ്. ഈവൻ ഗിയർ നോബൊക്കെ ആ ഒരു ടച്ച് ആൻഡ് ഫീല് ഭയങ്കര യുനീക്കാണ് എന്നുള്ളതും ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ ഇത്രയും പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെഷീൻ, പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ, ശരിക്കും എന്താ പറയുക, ഒരു പ്രീമിയം പരവതാരി എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു സീറ്റുകളാണെങ്കിലും ഒരു കുഷ്യനായിട്ടഡ് ആയിട്ട് സോഫ ബാലൻസറാണ്, എല്ലാം അടിപൊളി. അപ്പോൾ എൻ്റെ കൂടെ സഫീർക്ക് ഉണ്ട്. സഫീർക്കാ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ശരിക്കും? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന സന്തോഷം തരുന്നൊരു കാര്യം, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അതിൽ കുട്ടികളുടെ കുറേ സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ ഇട്ട് പോകുമ്പോൾ കൈ കാണിക്കും. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയം ഫ്രീ ആണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിർത്താറുണ്ട്. അപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ചിലപ്പോൾ 3 പേര് 4 പേര് 5 പേരൊക്കെ ആയിരിക്കും ചാടി കയറുന്നത്. എന്നിട്ടൊരു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ശരിക്കും ആ കാലഘട്ടത്തിൽ നമ്മൾ ഓർമ്മ വരും. വണ്ടിയിൽ കയറാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ള ആളാണ് ഞാനെല്ലാം. നമ്മളെ ഒന്നും വീട്ടിൽ അങ്ങനെ പ്രീമിയം വെഹിക്കിൾ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് കണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാ വണ്ടിയിലും കയറുന്നതിലും പ്രയാസമുണ്ട്. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഈ ഒരു സമയത്ത് ഞാൻ പണ്ട് ദേവദാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ദേവദാർ എന്ന് തന്നെ വലിയ പാടത്ത് ഇറക്കി തന്ന ഏതോ ഒരു ജീപ്പ് ഓണറെ ഞാൻ സ്മരിക്കുകയാണ്. ഒരു കറുപ്പ് ജീപ്പ്, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിത്രം അതാണ്. പുള്ളി എന്നെ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി തന്നത്. എന്നെ മാത്രമല്ല കുറേ ആൾക്കാർ, ആ ജീപ്പ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. ആ കുട്ടികളൊരു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വലിയ പ്രീമിയം വണ്ടി എടുക്കാൻ അവർക്ക് അതൊരു കാരണമായിരിക്കും അല്ലേ? തീർച്ചയായും ഇതേപോലെ ഒന്ന് വാങ്ങണം എന്ന ഒരു തോന്നലുണ്ടായിരിക്കും.
എനിവേ സ്പോട്ട് ഓടിക്കുന്ന സമയത്ത് ഞാൻ ആസ്വദിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് സാധനമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ദൂരം ഓടിച്ച് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മറ്റൊരു അവസരത്തിൽ ചെയ്യാൻ കാരണം മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഈ നേരിട്ട് വിരുടായി തുടങ്ങുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ടു ഷഫീർ ഖാൻ. താങ്ക് യു. അതുപോലെ തന്നെ ട്രാവൽ ലോഞ്ച് ടീം, ബീക്കൺ സ്പോർട്സ് എല്ലാവർക്കും അവരൊക്കെ ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടൂർണമെൻറ്റിൽ അവർ കപ്പടിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.